ഞങ്ങളുടെ ഈ കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ഈ മകൾ വിവാഹമെന്ന പ്രധാനശ വഴി ബന്ധുരാൻ പോകുമ്പോൾ ആ മകളുടെ ജീവിതത്തെ അവിടുന്ന് ശുദ്ധീകരിക്കണമേ. അവൾ പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ അവിടുന്ന് എപ്പോഴും അവർക്ക് തുണയും സങ്കേതവുമായിട്ട് ഈ മകളുടെ കൂടെ ഉണ്ടാവണമേ. പരിശുദ്ധമ്മേ, ദൈവമാതാവേ, മറിയൂസേ പിതാവേ, തിരുകുടുംബം പോലെ ഈ കുടുംബത്തെ അവിടുന്ന് മാറ്റണമേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. പരിശുദ്ധമേ, ദൈവമാതാവേ, നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും മാധ്യസ്ഥപേക്ഷിച്ച് പ്രാർത്ഥിക്കണമേ. ഉള്ള യാത്രയിൽ അവിടുന്ന് തുണയായിരിക്കണമേ, സങ്കേതമായിരിക്കണമേ. ഇവിടെ പ്രതിസന്ധികളിലൂടെയും പ്രശ്നങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ അവിടുന്ന് ഈ മകളെയും ഈ കുടുംബത്തെയും മാറോട് ചേർത്തണച്ച് എപ്പോഴും അവർക്ക് വേണ്ടി മാധ്യസ്ഥപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. എഴുതിയ ലേഖനം 5-ാം അധ്യായം 22 മുതൽ 33 വരെ വാക്യങ്ങൾ. ഭാര്യമാരെ, നിങ്ങൾ കർത്താവിൽ നിന്ന പോലെ ഭർത്താക്കന്മാരെ വിധേയരായുവിൻ. എന്തെന്നാൽ ക്രിസ്തു തന്റെ ശരീരമായ സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിന്റെ രക്ഷകനും. സഭ ക്രിസ്തുവിന് വിധേയരായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ, ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്ത പോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇത് അവളെ കറയോ ചുളിവോ മറ്റു കറകളോ ഇല്ലാത്ത മഹത്വപൂർണമായ തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിന്, അവളെ കളങ്കരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. ക്രിസ്തു സഭയെ എന്ന പോലെ അവൻ അതിനെ പരിപോഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും, അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. സഭയോട് ക്രിസ്തുവിനോടും ബന്ധപ്പെടുത്തിയാണ് ഞാനിത് പറയുന്നത്. ചുരുക്കത്തിൽ, നിങ്ങളിലൊരു വ്യക്തിയും തന്നെ പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. ദൈവവചനമാണ് നാം കേട്ടത്. പാതിച്ചിരി ചന്ദ്രികയെ 14 ചേലൊളിയെ രാക്കനിയെ താരകമേ മതി പോലെ പ്രകാശിതയെ അഴകാലെ വിഭൂഷിതയെ അലിവാലെ അലങ്കൃതയെ അഴകാലെ വിഭൂഷിതയെ അലിവാലെ അലങ്കൃതയെ മധുരക്കിനാവിന്റെ കഥക് തുറക്കുന്ന മതിഭ്രമദായിനി പരിമളഗാത്രേ മധുരം കൊടുത്തോണ്ടേ മധുരം കൊടുത്തോട്ടെ കുഞ്ഞിന് തിങ്കാലത്തിപ്പെട്ട തീമിനാളെ
തുറക്കുന്ന മതിഭ്രമദായിനി പരിമളഗാത്രേ നിന്നെ കണ്ടാലാകെ ഹാലാകെ മാറുന്നേ കലബലതറിയാം പെണ്ണെ ദഫിൽ മുട്ടുന്നു പിന്നെ കോലിൽ കൊട്ടുന്നു നിന്റെ നെഞ്ചിൽ തട്ടുന്നു ഇരുമേ തകതേ താളം തമ്മിൽ കൊള്ളാനായി പെണ്ണെ ആട്ടെ കൊണ്ടുവന്ന മണ്ണും മിണ്ണും വന്നോന സ്വർഗത്തിങ്കലെത്തിപ്പെട്ട എത്തീമിനാളെ कलाई में तुराने लगा सोना कंगना जो अंगड़ाई गुनगुनाने लगा मोरा अंगना मेरी खुशबू से खिले कलियां चांद ढूंढे बस मोरी गलियां खनक खनक के छनक छनक के छनक छनक के खनक खनक के बोल रहे हैं पैजनिया के बोल के ढोली तारो ढोल 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 ढोली तारो ढोल बाजे ढोल बाजे ढोल बाजे ढोल ये धम धम बाजे ढोल ये ढोली तारो ढोल बाजे ढोल बाजे ढोल बाजे ढोल ये धम 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 बाजे कारी कारी अखियों में गजरा लगाया है कारी कारी बालों में गजरा सजाया है हो कारी कारी अखियों में गजरा लगाया है कारी कारी बालों में गजरा सजाया बोले माथे की मोरी बिंदिया मैंने खुद की चुरा ली निंदिया खनक खनक के छनक छनक के छनक छनक के खनक खनक के बोल रहे हैं पैजनिया के बोल के ढोली तारो ढोल बाजे ढोल बाजे ढोल
മനസ്സിന് പലപ്പോയൊരു ഞാൻ